എന്നെ അമ്മൊക്കെ ചീത്ത പറഞ്ഞാൽ മലയാളത്തിൽ ഒരാളെ ഇത്ര ചീത്ത പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ കേട്ട് കണ്ണെന്ന് പടം വന്നുപോയി. ആ കുലാൻ്റെ തുർബുലാനുണ്ടല്ലോ, തുർബുലാനിൽ മമ്മൂക്കൻ്റെ പിന്നെ സഹായിയാണെന്ന് ഞാനും സുരാജ് വഞ്ഞാർമോളും പാട്ടുണ്ട്. പിടിയാന പിടിയാന മതിയാന മതിയാന, അതിൻ്റെ പാട്ട് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആനപ്പുറത്തും സുരാജ് ഇപ്പുറവും ഞാനിപ്പുറവും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പടത്തിലെ ഹൈലൈറ്റ് ആ ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ കച്ചറയാണല്ലോ അതിൽ. ആ ഹോട്ടലിലേക്ക് വരുന്നു. അപ്പം എല്ലാ ആർട്ടിസ്റ്റുകളുണ്ട്, ജഗതിയേട്ടൻ, ഇന്നസെൻറ്റ്, കൊച്ചിനെ നിഫ്ക, അരിസി അശോകൻ, ഒരാവിധ കലാശാല ബാബുവേട്ടൻ, എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട്. അപ്പോൾ പിന്നെ അവിടുന്ന് ആനപ്പുറത്തുനിന്ന് മമ്മൂട്ടി ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ ലെങ്തി ഡയലോഗാണ്, ട്രോളിക് ഷോട്ടാണ്. അപ്പം പിന്നെ ജോണി ആൻഡ്രി സാറാണല്ലോ അതിൻ്റെ ഡയറക്ടർ. ആ ഭയങ്കര ഷോട്ടാണ്. അപ്പം ഇങ്ങനെ നമുക്കിങ്ങനെ അടിച്ച് കസറ ഡയലോഗ്, അത് റൗണ്ട് ഇട്ടിട്ട് ഇങ്ങനെ വലിയതിട്ട് ആരാക്കി ഇങ്ങനെ വരുമ്പം പെട്ടെന്ന് ഏതോ ഒരു മൊബൈൽ റിങ് എന്ന ഒരു റിങ്ങല്ല, ആംബുലൻസൊക്കെ പെട്ടെന്ന് ജോണി ആൻഡ്രി സാർ പറഞ്ഞു കട്ട് 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 കട്ട്. ആരതാണ് ആ മൊബൈൽ ശബ്ദിച്ചത്? അപ്പം നമുക്ക് എല്ലാവരും നോക്കുന്നുണ്ട്. അപ്പം ജഗതിയേട്ടൻ, ഇന്നസെൻ്റ് ഒക്കെ അങ്ങനെ ഉണ്ടല്ലോ അവർ. കാരണം ഈ നമ്മളെ ചില ആളുകളെ വെടിയേക്കാൻ വന്നാൽ പിന്നെ കൈ വന്തിച്ച് നിൽക്കുക, ഞാൻ നിസ്സഹായനാണ്, കാരണം എൻ്റെ എല്ലാ ഫോണെന്ന് അറിയാം. ഞാനതിലൊരു ലുങ്കും ടീഷർട്ടുമാണ്. അപ്പം ഞാൻ എൻ്റെ മൊബൈൽ ഇവിടെ കോഴിക്കോടുകാരൊക്കെ ഉണ്ടല്ലോ മടക്കത്തിലൂടെ ചീരി വെക്കുക, അത് ചീരി വെച്ചാൽ എല്ലാവരോടും ചോദിച്ചു നമുക്ക് ആരതാണ് ഫോണ്, ആരതാ ശബ്ദിച്ചത്? അപ്പം എൻ്റെ അടുത്തേക്ക് ഒന്ന് വെച്ചു, തൻ്റെയാണോ? ഞാൻ എൻ്റെ ആണോ. ഷൂട്ടിങ്ങിന് വന്നാന്നറിയില്ല.